ഹലോ, നമസ്കാരം കൂട്ടുകാരെ. കേരളം മനോഹരമാണ്, ഭൂപ്രകൃതി കൊണ്ടും തനതായ കലാരൂപങ്ങൾ കൊണ്ടും. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടിയാട്ടം, യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൻ്റെ സ്വന്തം കൂടിയാട്ടത്തെക്കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് പോരും. കൂടിയാട്ടം ഒരു സംസ്കൃത നാടക കലാരൂപമാണ്. കൂടിയാട്ടം ഒരു സംസ്കൃത നാടക കലാരൂപമാണ്. ഒരു കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് ആവശ്യമായത് 41 ദിവസമാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് ആവശ്യമായത് 41 ദിവസമാണ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സംസ്കൃത നാടക കലാരൂപമാണ് കൂടിയാട്ടം. അവതരിപ്പിക്കാൻ ആവശ്യമായത് 41 ദിവസമാണ്. അഭിനയ കലകളിൽ പൗരാണികമായ കലാരൂപമാണ് കൂടിയാട്ടം. അഭിനയ കലകളിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന അല്ലെ പൗരാണികമായ പഴക്കം ചെന്ന കലാരൂപമാണ് കൂടിയാട്ടം. അപ്പൊ എന്താ, കൂടിയാട്ടം ഒരു സംസ്കൃത നാടക കലാരൂപമാണ്. അത് അവതരിപ്പിക്കാൻ ആവശ്യമായത് 41 ദിവസമാണ്. അഭിനയ കലകളിൽ വെച്ച് പൗരാണികമായ കലാരൂപമാണ് കൂടിയാട്ടം. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നൊക്കെ അറിയപ്പെടുന്നു. എങ്ങനെയൊക്കെയാ? അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി. മുത്തശ്ശി എന്ന കവിത ആരുടേതാ? ബാലാമണി അമ്മയുടേതാ അല്ലെ. മുത്തശ്ശി എന്ന കവിത രചിച്ചത് ബാലാമണി അമ്മയാണ്. എന്നാൽ അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നൊക്കെ അറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. കൂടിയാട്ടം ഒരു സംസ്കൃത നാടക കലാരൂപമാണ്. അവതരിപ്പിക്കാൻ ആവശ്യമായി 41 ദിവസമാണ്. അഭിനയ കലകളിൽ ഏറ്റവും പൗരാണികമായ കലാരൂപം, അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ? കൂടിയാട്ടമാണ്. ഓക്കെ, കൂടിയാട്ടം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കുലശേഖര ആഴ്വാർ, കവി തോലൻ എന്നിവർ ചേർന്നാണ്. കുലശേഖര ആഴ്വാർ, കവി തോലൻ. മിക്കവാറും ഒക്കെ കുലശേഖര ആഴ്വാർ ആയിരിക്കും അല്ലെ നമുക്ക് ഓപ്ഷനിലൊക്കെ തന്നു കാണുന്നത്. കുലശേഖര ആഴ്വാർ, കവി തോലൻ എന്നിവർ ചേർന്നാണ് കൂടിയാട്ടം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് കൂടിയാട്ടത്തെയാണ്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപമെന്ന് കണ്ടോ, ഇപ്പൊ തന്നെ കുറച്ചധികം വിശേഷണങ്ങളായല്ലേ. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി, മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നൊക്കെ അറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപമെന്ന് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ്. യുനെസ്കോ പൈതൃക പട്ടിക, മുന്നേ തന്നെ പറഞ്ഞു, യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള ആദ്യ കലാരൂപമാണ് കൂടിയാട്ടം. ഏതാ വർഷം? 2001 2001 കൂടിയാട്ടം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. ഏതാ വർഷം? 2001 യുനെസ്കോ പൈതൃക പട്ടികയിൽ കൂടിയാട്ടം ഇടം നേടിയത്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെ? യുനെസ്കോയുടെ ആസ്ഥാനം ചോദിച്ചാൽ, ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ അത് പാരീസ് ആണല്ലേ. യുനിസെഫ് ആണെങ്കിലോ, യുനിസെഫ് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലാണ്. യുനിസെഫ് ന്യൂയോർക്കിലും, യുനെസ്കോ ചോദിച്ചാൽ അത് പാരീസ് ആണ്. പാരീസിന്റെ പ്രത്യേകത എന്താ? ലോകത്തിന്റെ ഫാഷൻ തലസ്ഥാനമാണ് പാരീസ്. ലോകത്തിന്റെ ഫാഷൻ തലസ്ഥാനമാണ് പാരീസ്. ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താ? സീൻ നദിയുടെ തീരത്താ. പാരീസ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദീ തീരത്താ? സീൻ നദീ തീരത്താ അല്ലെ. ഓക്കെ, അപ്പൊ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം 2001 2001 കൂടിയാട്ടം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത്. ഓക്കെ, ഈ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ചോദിച്ചാൽ, അത് വാദ്യ ഉപകരണം ചോദിച്ചാൽ മിഴാവാണ്. അടുത്തിടെ PSC ചോദിച്ചതേ ഉള്ളൂ, അല്ലെ 2 മാസങ്ങൾക്ക് മുമ്പ് ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ മിഴാവാണ് വാദ്യോപകരണം. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? മിഴാവാണ്. മിഴാവ് ഉപയോഗിക്കുന്നത് ആരാ? മിഴാവച്ചനാണ്. മിഴാവച്ചനാണ്. മിഴാവ് എന്ന വാദ്യം ഉപയോഗിക്കുന്ന ആളിനെ പറയുന്ന പേരാണ് മിഴാവച്ചൻ. കൂടിയാട്ടത്തിൽ പുരുഷവേഷം ചാക്യാറെന്നും സ്ത്രീവേഷം നങ്ങ്യാറെന്നും അറിയപ്പെടുന്നു. ചാക്യാറും നങ്ങ്യാറുമാണ് കൂടിയാട്ടത്തിലെ പുരുഷവേഷം ചാക്യാറെന്നും സ്ത്രീവേഷം നങ്ങ്യാറെന്നുമാണ് അറിയപ്പെടുന്നത്. കൂടിയാട്ടത്തിലെ പുരുഷവേഷം ചാക്യാറെന്നും സ്ത്രീവേഷം നങ്ങ്യാറെന്നുമാണ് അറിയപ്പെടുന്നത്. കഥകളിയിലേതുപോലെ തന്നെ കൂടിയാട്ടത്തിലും എത്ര അടിസ്ഥാന മുദ്രകളാണ് ഉള്ളത്? 24 അടിസ്ഥാന മുദ്രകളാണുള്ളത്. എത്ര അടിസ്ഥാന മുദ്രകളാണുള്ളത്? 24 അടിസ്ഥാന മുദ്രകളാണുള്ളത്. കഥകളിയിൽ എന്ന പോലെ എത്ര അടിസ്ഥാന മുദ്രകളുണ്ടോ? 24 അടിസ്ഥാന മുദ്രകൾ തന്നെയാണ് കൂടിയാട്ടത്തിലുമുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? സംസ്കൃത നാടക കലാരൂപമാണ് കൂടിയാട്ടം. അവതരിപ്പിക്കുന്നതിന് ആവശ്യമായത് 41 ദിവസം. അഭിനയ കലകളിൽ പൗരാണികമായ കലാരൂപം, കലകളുടെ അമ്മ, അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നൊക്കെ അറിയപ്പെടുന്നു. ചിട്ടപ്പെടുത്തിയത് കുലശേഖര ആഴ്വാറും കവി തോലനും ചേർന്നാണ്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നറിയപ്പെടുന്നത് കൂടിയാട്ടമാണ്. ഇതിനെങ്ങനെ വിശേഷിപ്പിച്ചത്? യുനെസ്കോ ആണ്.
യുനെസ്കോ സാഹിത്യ നഗരമായി തിരഞ്ഞെടുത്ത കേരളത്തിലെ പട്ടണം ഏതാ? അത് കോഴിക്കോടാണ്. യുനെസ്കോ സാഹിത്യ നഗരമായി തിരഞ്ഞെടുത്തത് ഏതിനെയാ? കോഴിക്കോടാണ്. കോഴിക്കോട് അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? അതും കോഴിക്കോടാണ്. അല്ലെ, അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്താണ്. കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്താണ് അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്റർ നിലവിൽ വന്നത്. എന്നാൽ 2024 അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? അത് അരുണാചൽ പ്രദേശിലാണ്. 2024 അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശിലായിരുന്നു അല്ലെ. അപ്പൊ കോഴിക്കോട് തന്നെയല്ലേ വർണ്ണപ്പകിട്ട് എന്ന പേരിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള ഒരു കലോത്സവം നടക്കുന്നത്? അത് ചോദിച്ചാലും ഇവിടെ തന്നെയാണ്, അതും കോഴിക്കോട് തന്നെയാണ്. നോക്കാം. അപ്പൊ യുനെസ്കോ പൈതൃക പട്ടികയിൽ കൂടിയാട്ടം ഇടം നേടിയത് എപ്പോഴാ? 2001 മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചതും യുനെസ്കോയാണ്. ഓക്കെ, കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചോദിച്ചാൽ അത് മിഴാവാണ്. മിഴാവ് ഉപയോഗിക്കുന്നത് ആരാ? മിഴാവച്ചനാണ്. ഓക്കെ, കൂടിയാട്ടത്തിലെ പുരുഷവേഷം ചാക്യാറെന്നും സ്ത്രീവേഷം നങ്ങ്യാറെന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഈ കൂടിയാട്ടത്തിൽ എത്ര അടിസ്ഥാന മുദ്രകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 24 അടിസ്ഥാന മുദ്രകളാണ് ഉള്ളത്. ഓക്കെ, കൂടിയാട്ടത്തിന് വേദി അറിയപ്പെടുന്നത് കൂത്തമ്പലം എന്നാണ്. കൂടിയാട്ടം അവതരിപ്പിക്കപ്പെടുന്ന വേദി അറിയപ്പെടുന്നത് കൂത്തമ്പലം. എത്ര ദിവസമാണ്? 41 ദിവസമാണ് ഒരു കൂടിയാട്ടം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായത്. ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ്. വേദി ചോദിച്ചാൽ കൂത്തമ്പലമാണ്. എത്ര മുദ്രകളാണ് പ്രധാനമായുള്ളത്? 24 പ്രധാന മുദ്രകളാണുള്ളത്. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട പ്രശസ്ത കലാകാരന്മാരാണ് ഗുരു മാണി മാധവ ചാക്യാരും അമ്മന്നൂർ മാധവ ചാക്യാരും. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട പ്രശസ്ത കലാകാരന്മാരാണ് ഗുരു മാണി മാധവ ചാക്യാരും അമ്മന്നൂർ മാധവ ചാക്യാരും. ആരായി അമ്മന്നൂർ മാധവ ചാക്യാർ? കേട്ടപ്പോൾ തന്നെ പരിചയം തോന്നുന്നില്ലേ? കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. മനസ്സിനകത്തങ്ങ് സെറ്റ് ആക്കി ഇട്ടോടാ. ഏതാ? കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ. അങ്ങനെയാണെങ്കിൽ ഗുരു മാണി മാധവ ചാക്യാരുടെ പ്രത്യേകത എന്താ? കൂടിയാട്ടത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ഗുരു മാണി മാധവ ചാക്യാരാണ്. നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത് ഗുരു മാണി മാധവ ചാക്യാരാണ്. ഗുരു മാണി മാധവ ചാക്യാരാണ് നാട്യകൽപദ്രുമം എന്ന കൃതി രചിച്ചത്. എന്താ നാട്യകൽപദ്രുമത്തിന്റെ പ്രത്യേകത? കൂടിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള കൃതിയാണ്. കൂടിയാട്ടത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്ന കൃതിയാണ്. കേരളത്തിലെ ഏക കൂടിയാട്ട പരിശീലന കേന്ദ്രമാണ് മാർഗി, തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിലെ ഏക കൂടിയാട്ട പരിശീലന കേന്ദ്രമാണ് മാർഗി, തിരുവനന്തപുരം. കൂടിയാട്ടത്തിന്റെ വേദി കൂത്തമ്പലം. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട പ്രശസ്ത കലാകാരന്മാർ മാണി മാധവ ചാക്യാർ, അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ. നാട്യകൽപദ്രുമം രചിച്ചത് ഗുരു മാണി മാധവ ചാക്യാർ. കേരളത്തിലെ ഏക കൂടിയാട്ട പരിശീലന കേന്ദ്രം മാർഗി, അത് തിരുവനന്തപുരമാണ്. അപ്പോൾ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ പറഞ്ഞത്? കൂടിയാട്ടം എത്ര ദിവസം വേണം? 41 ദിവസം. മിഴാവ് ചാക്യാർ പുരുഷ കഥാപാത്രം, നങ്ങ്യാർ സ്ത്രീ കഥാപാത്രം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഒന്നുകൂടെ പറയുന്നു, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കഥകളി നമ്മളൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മടിയും കൂടാതെ തന്നെ പ്രിലിംസ് എക്സാം ഒക്കെ അടുത്ത് വരുന്നുണ്ട്. ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. സൂപ്പറായിട്ട് കിടിലമായിട്ട് പഠിച്ചോ. സർക്കാർ ജോലി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. അപ്പോൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മടിക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. ബൈ.